ഭൗമിക സഭയ്ക്ക് വിവാഹനിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ വിശ്വാസികളുടെ ദാസ്യത്വത്തിൽ നിന്ന് അവളെ രക്ഷിച്ച സമർപ്പിത കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ പരമാണുശ്രീ തന്റെ സഭയുടെ വിവാഹബന്ധിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും ശ്രീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസ്യത്തിലും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ദിവസമൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിവാഹനിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരത്തിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ ആശീർവദിക്കുന്ന ഈ മോതിരത്തെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരത്തെ നീ അനുഗ്രഹിക്കുകയും ശാന്തമായി വിശുദ്ധമായി തീരുവാൻ സമ്മതി വരുത്തുകയും ചെയ്യണമേ. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ശുദ്ധമുള്ള സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവീക അനുഗ്രഹങ്ങളാൽ ഈ മോതിരത്തെയും അനുഗ്രഹിക്കണമേ. മായി തീരുവാൻ ഇടവരുത്തണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യതകളിൽ നേർച്ചകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും ബലത്തിലും അഭംഗമായി ഇവരെ സന്തോഷിപ്പിക്കുന്നതാകണമേ. നശ്വരമായ ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തലത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഇറങ്ങാനും മലഹന്മാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. Yeah.
ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭേദവും ഇവരുണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മല സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നടക്കുന്ന പിതാവിനും വിശുദ്ധഭായിക്കും സ്തുതിമാറാകണമേ. സഭയുടെ സന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി നമ്മുടെ കഥാവിശേഷങ്ങളുടെ വെറുതെ കർമ്മയോടെ നിങ്ങളിലേക്ക് കണ്ടുപിടിക്കുകയും നിന്റെ വിവാഹ നിശ്ചയത്തിലുള്ള ഈ ബോധനത്തോടുകൂടെ അവിടുത്തെ കൃപയോഗ്യവും നിനക്ക് ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. ക്രോധരഹിതം അനുഭവപ്രദമായി ഈ വെറുതെ ആയുഷ്കാലം നിന്നോടുകൂടി ഇരുന്ന് നിന്നെ കാത്തുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുവിനെ അനുഗ്രഹപൂർണ്ണമായ വെറുതെ അദൃശ്യമായ നിങ്ങളിലേക്ക് കണ്ടുപിടിക്കുകയും വിശുദ്ധാസികന്മാരിൽ എന്ന പോലെ ആചാര്യന്മാരുടെ കയ്യിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിലുള്ള ഈ ബോധനം നീ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തൻ്റെ അഭിഷിക്തം മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിഭാഗതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിൻ്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോചനം കൊണ്ട് താൻ പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്നെ രക്ഷിയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ചയും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാകട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യങ്ങൾ കൊണ്ട് ഇവരെ താൻ അലങ്കരിക്കുമാറാകട്ടെ. ശരബിനങ്ങളായ സുഷ്പാല പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാവനയും ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ ദൈവ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ ഉദ്ദേശിക്കുന്ന അസൂയാനികളായ ദുഷ്ടമനുഷ്യ കൈകളിൽ നിന്നും ദൈവവരെ കാത്തു കൊള്ളുമാറാകട്ടെ. പാവനമായ വിഭാഗത്തിൻ്റെ നിർമ്മല മാർഗത്തെ വശമാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും ദൈവവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാര്യങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകട്ടെ. പറയുമോ ദൈവമായ കർത്താവേ, മകമയുടെ മുമ്പാകെ നിൽക്കുന്ന പ്രാർത്ഥന ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാര്യങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തിയിലാകുന്ന സമ്പാദ്യങ്ങൾക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസം ഇവരെ സ്ഥിരപ്പെടുത്തിക്കണമേ. നൽകുമാറാകണമേ. നിന്റെ വിജയമായ മണവാളെയും മണവാട്ടെയും കാത്തുകൊള്ളുകയും പിതാവും പുത്രനും പരിശുദ്ധവുമായി ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണ വർഷിക്കുകയും ചെയ്യുമാറാകട്ടെ. Time.
സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 രൂപയായിട്ട് അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീബാം രാവും പകലും നിങ്ങളോട് സ്ഥിതി ചെയ്ത ദുഷിക്കുന്നവൻ്റെ സൈന്യം നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെ ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിനിടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകൊള്ളണമേ. ഹോശോ
ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിയപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായി ഇരിക്കുന്നവനും തന്റെ വലപത്വത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷത്തിന്റെ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവരുമായ കർത്താവിന്റെ സ്തുതി. അവിടുത്തെ ദാസരുടെ സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായി കൂടെ ഇരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി അങ്ങയുടെ കരുണയുടെ നിഴലിലും ദേവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഈ നിന്റെ മക്കളെയും അനുഗ്രഹിക്കുമാറാകണമേ. സകല പ്രവർത്തികളിലും ഉത്തമരായിരിക്കുവാൻ തക്കവണ്ണം ഈ നിന്റെ മക്കൾക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കുമാറാകണമേ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എഫേസ്യർ വിദ്യാലയത്തിൽ നിന്നും ആഹായ് ബാറിക്മോ നമ്മുടെ മേൽ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ സർവ്വദാ സർവ്വത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുകയും മിശിഹായുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുകയും സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കുകയും
എന്തെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർക്ക് സ്വരത്തിലും കീഴ്പ്പെടണം. പുരുഷന്മാരെ, മശിഹ തന്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. സഭയെ ജലത്തിലുള്ള സ്നാനം കൊണ്ടും വചനം കൊണ്ടും വേണ്ടവണ്ണം ശുദ്ധീകരിക്കുവാൻ കുറ്റമോ കുറവോ തത്തുല്യങ്ങളായ മറ്റൊരുതമോ കൂടാതെ നിർമ്മല വിശുദ്ധമായ തേജസ്വിനിയെ സ്വീകരിക്കാനായിട്ട് സഭയ്ക്കായി മശിഹ സ്വന്തം പ്രാണനെ സമർപ്പിച്ചുവല്ലോ. അങ്ങനെ തന്നെ പുരുഷന്മാർ സ്വന്തം ശരീരങ്ങൾ എന്നപോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളും മാംസബന്ധികളും അസ്ഥിബന്ധികളുമാകുന്നു. ആയതുകൊണ്ട് പുരുഷന്റെ പിതാവിനെയും മാതാവിനെ വിട്ട് ഭക്തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും. അവരിലൊരു വേഗ ശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹായെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വന്തം കർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കളെ അനുസരിപ്പീൻ, എന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാക്യത്തോടുകൂടി അപ്രഥമ കൽപ്പനയാകുന്നു. ആമീനാഹായ് ബാരക്കൂ.
ശൈലോ